അമ്പലമുറ്റത്തെ അശ്ലീല തിടമ്പ് നൃത്തം, വടക്കൻ മണ്ണിലെ വേറിട്ട കാഴ്ചകൾ. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. നഗ്നചിത്രവും തലയിലേറ്റിയുള്ള തിടമ്പ് നൃത്തം, അതും ഉത്തര കേരളത്തിലെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ഭയഭക്തി ബഹുമാനത്തോടെ കാഴ്ച കാണുകയാണ് അമ്പലം നിറഞ്ഞു കവിഞ്ഞ ഭക്തജനങ്ങൾ. പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്ര തിരുമുറ്റത്താണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള രണ്ടാം ദിനത്തിലെ ഈ തിടമ്പ് നൃത്തം അരങ്ങേറിയത്. പ്രദേശത്തെ നിരവധി കാവുകൾക്കും ക്ഷേത്രങ്ങൾക്കും അതീശത്വം വഹിക്കുന്നൊരു പൗരാണിക ക്ഷേത്രം കൂടിയാണ് രേരമംഗലം ഭഗവതി ക്ഷേത്രം. നിരവധി അപൂർവമായ ചടങ്ങുകൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായൊരു ക്ഷേത്രമാണിതെന്ന് എഴുത്തുകാരനായ KK ശ്രീ പിലിക്കോട് പറഞ്ഞു. വടക്കേ മലബാറിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് പൂരോത്സവം ഒരു മാസക്കാലമാണ്. ആ പൂരോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കാർത്തിക വിളക്ക് മഹോത്സവവും പൂരംകുളി ആറാട്ടും. ഇന്നലെ ഇവിടെ കാർത്തിക മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള പത്മശാലിയ പൊറാട്ട് നടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ ദേവാങ്കണത്തിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ മതിലിനകത്ത് രോഹിണി വിളക്കാണ് നടന്നത്. രോഹിണി വിളക്കിൻ്റെ എഴുന്നള്ളത്ത്. ഈ എഴുന്നള്ളത്തിൽ മുച്ചിലോട്ട് ഭഗവതി കരുവള്ളൂർ മുച്ചിലോട്ട് നിന്നും എത്തിച്ചേരുകയും എഴുന്നള്ളത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഈ എഴുന്നള്ളത്തിന് മുന്നോടിയായിട്ട് വിവിധ ഉപക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്തും എത്തിച്ചേർന്നിരുന്നു. കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ കൂർമ്പ ഭഗവതി ക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ മാപ്പിടിച്ചേരി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എന്നീ ഉപക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എഴുന്നള്ളത്ത് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ഈ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലൂടെ അത് കൊട്ടുംപുറം സേവ കഴിഞ്ഞ് ഇവിടത്തേക്ക് തിരിച്ചെത്തുകയാണ്. അതിനുശേഷമാണ് പത്മശാലിയ പൊറാട്ടോടുകൂടി എഴുന്നള്ളത്ത് നടക്കുന്നത്. ഈ എഴുന്നള്ളത്തിൽ വിവിധ വേഷങ്ങൾ അണിനിരക്കുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പടേലടി, അതായത് ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വട്ടത്തിൽ കെട്ടിയിട്ട് അതിന് മുകളിൽ അലങ്കരിച്ച് പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ തന്നെ കശുമാങ്ങ തുടങ്ങിയവയൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു യോദ്ധാക്കൾ, 2 യോദ്ധാക്കൾ അതിൽ കയറിയിരുന്ന് വാഴത്തണ്ടുകൊണ്ട് യുദ്ധരംഗം നടക്കുന്നതാണ് നമ്മുടെ പടയലടി എന്ന് പറയുന്നത്. അതായത് പടയലടി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പടയലടി നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എഴുന്നള്ളത്ത് ഈ വാഴപ്പോഴുകൾ, വാഴത്തണ്ടുകൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ചെണ്ടമേളത്തെ പോലെ അവർ അത് കൊട്ടുകയും എഴുന്നള്ളത്തിന് മാറ്റുകൂട്ടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒട്ടേറെ വൈവിധ്യമാർന്ന, പിന്നെ രാജാവും രാജ്ഞിയും തമ്മിലുള്ള പ്രണയങ്ങൾ, അതൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പൂരാഘോഷമാണ് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ കാർത്തിക വിളക്ക് മഹോത്സവത്തിൽ പത്മശാലിയ പൊറാട്ടിൽ ആക്ഷേപഹാസ്യം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അശ്ലീലം കടന്നു വരുന്നു എന്നത് ഒരു സമൂഹത്തിനെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അത് നമ്മൾ കരുതുന്നത്. അതിനെ ഒരു മോശമായിട്ടുള്ള നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് ഒരു ദേവിയെ, അല്ലെങ്കിൽ അവിടെ തിടമ്പു നൃത്തത്തെ അശ്ലീലമാക്കി ചിത്രീകരിക്കുന്നു എന്നും നമ്മൾ പറയാൻ വേണ്ടി സാധിക്കില്ല. അത് ദേവിക്ക് ഒരു പ്രീതി അല്ലെങ്കിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധി മാത്രമാണ് അത്. അല്ലാതെ വേറെ ഒരു തരത്തിലും അതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ രോഹിണി വിളക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് തേങ്ങപിടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂപ്പൊട്ടിക്കൽ ചടങ്ങുണ്ട്. എന്നിവയൊക്കെ ഈ രോഹിണി വിളക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്.
പൂലാഘോഷത്തിലെ വാൾ എഴുന്നള്ളത്തിന് പിറകിലായി നിൽക്കുന്നത് പേരുകേട്ട കരിവള്ളൂർ ആദിമുച്ചിലോട്ടുകാവിലെ ഭഗവതിയുടെ കോമരവും സഹദേവതമാരുമാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ ആരംഭിക്കുന്ന ഉത്തര മലബാറിലെ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമായ നിരവധി ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ആദ്യ ദിവസമായ ഇന്നലെ വൈകിട്ടാണ് ഇവിടെ തെരു സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നുള്ള പത്മശാലീയ പൊറാട്ട് എത്തിച്ചേർന്നത്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ അവർ തന്നെ അവതരിപ്പിച്ച തിടമ്പു നൃത്തവും മറ്റ് ആക്ഷേപഹാസ്യ വേഷങ്ങളും തിരുനടയിലെത്തിയത്. ഏറെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഏവരും ഈ കാഴ്ചകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്.
വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു, പിലിക്കോട്. IC Moon Ice Cream, a Janata Charitable Society product.